ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കൽക്കി 2798 AD എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ മസ്റ്റായി പോയി കാണുക. എന്നാൽ മാത്രം നമ്മുടെ ഈ സ്റ്റോറിയുടെ കണ്ടിന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കുള്ളൂ കേട്ടോ. ഫസ്റ്റ് പാർട്ട് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിലോട്ട് നമുക്ക് ഒട്ടും സമയം വൈകാതെ തന്നെ കിടക്കാം കേട്ടോ. ദീപിക പടുക്കോനെ കാണിക്കണ്ട കേട്ടോ. ദീപിക ഇവർക്ക് ഫുഡ്, അവർക്ക് കഞ്ഞിയാണ് ഫുഡ്. ഇവിടെ ഗർഭിണികൾക്ക് നല്ല ഫ്രൂട്ട്സ്. എന്തെങ്കിലും നോക്കുന്നേ ജീവന്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ ആലോചിക്കുമ്പോ തന്നെ അതെത്ര സ്ട്രേഞ്ച് ആണല്ലേ. ഒട്ടും ആയുസില്ലാത്ത ജീവനല്ലേ. ചിലപ്പോ ഞാൻ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നാറുണ്ട്. എന്നാൽ ഈ തടവിൽ നിന്ന് പുറത്തു പോകാനെങ്കിലും പറ്റുമായിരുന്നു. നിനക്കതൊന്നും മനസ്സിലാവില്ല. നീ പോസിറ്റീവ് ആവുന്നതിൽ നല്ല വിഷമമുണ്ടല്ലേ. ഒരു ജോലിയും ചെയ്യണ്ട, ബെസ്റ്റ് ഫുഡ്, നല്ല കെയറിംഗ് കിട്ടും. നീ ഒരു തവണ പോലും പോസിറ്റീവ് ആയിട്ടില്ലല്ലേ. പാവം. അവിടെ മറ്റുള്ളവരൊക്കെ വിശന്നിരിക്കുകയല്ലേ. പോസിറ്റീവ് ആയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് ബുദ്ധിയെങ്കിലും ഉപയോഗിക്കും. Commander Manus, we were not expecting you. ആണോ? നിങ്ങൾ എപ്പോഴാ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അപ്പോ വരാം. Oh, I'm so sorry, sir. സുപ്രീമിന്റെ ചോദ്യം, പ്രോജക്ട് കേട്ട് സ്റ്റേറ്റസ് എന്താണ്? 91 days. സുപ്രീം എത്ര ആവശ്യപ്പെട്ടത്? 150 days, sir. നാളെ നിങ്ങൾക്ക് ഇത്രയും വലിയ ലാബ്, ഇത്രയും പെൺകുട്ടികൾ, പിന്നെ നിങ്ങളുടെ ഈ മാച്ചിങ് യൂണിഫോംസ് എല്ലാം വേസ്റ്റ്. Can I show you something, sir? Please come. As you said, we have brought all the girls here, including kids. The formula Supreme asked is far beyond human DNA. It's so powerful that it's impossible for anybody to hold. Even their lives could be threatened. Nobody is able to carry this formula. സുപ്രീമിന് സ്ഥിരമാണ് വേണ്ടത്, എക്സ്പ്ലനേഷൻ അല്ല. 91 ഡേയ്സ് കഴിഞ്ഞ ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അവളെ എക്സ്ട്രാക്ട് ചെയ്തേക്ക്. We should wait a few more days. Her vitals are unstable. സുപ്രീം എന്നോട് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്യൂ മോർ ഡേയ്സ് കഴിഞ്ഞിട്ടല്ല, എക്സ്ട്രാക്ട് ചെയ്യണം. ദാറ്റ്സ് an order. സോറി, ഇത്തവണ സെഞ്ചുറി തേക്കാൻ കഴിയില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഗർഭിണിയുടെ എന്തോ ശരീരത്തിന് ചെറു കൊടുക്കുന്നു. ഇപ്പോൾ എന്തോ
അതെടുത്ത് കഴിഞ്ഞാൽ അവർ മരിക്കും. അവൾ മരിച്ചോ? We've been trying since years. These experiments can't be successful. There's only one way to do this. At least if we know why we are doing this, we'll know what we should do. What is Project K? അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിന് അർഹതയില്ലെന്നാണ് അർത്ഥം. Do you know? I can give my life for Supreme, but I cannot do this blindly anymore. I need his help. Please take me to him. I'll sort it out. ശരി. സയൻറ്റിസ്റ്റ് അതിന് പകരം വേറെ എന്തോ Dr. കൊണ്ടുവച്ചു. Vani, what a beautiful day അല്ലേ? ലാബിലെ സയന്റിസ്റ്റ് പ്രോജക്ട് കെയെ കുറിച്ച് ഇമ്പോർട്ടന്റ് ഡൗട്ട്സ് ഉണ്ടെന്ന് വരാൻ പറ. ആ സിറമിന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. അവസാനത്തേതാകാതെ സൂക്ഷിച്ചോ. സുപ്രീമ മേലെ ഉള്ളത് നേരെ ഈ സുപ്രീം. Project Kയിൽ നിന്നാണ് മാനസ് വന്നിട്ടുള്ളത്. ഇത് ലാബിൽ ഇതുവരെ വന്നതിൽ വെച്ച് ബെസ്റ്റ് സിറമാണ് ഞാൻ പേഴ്സണലി എക്സ്ട്രാക്ട് ചെയ്യിച്ചതാണ്. No one is able to cross 100 days. What's in this serum, Sash? എന്ത് വിഷമാണ് തോന്നുട്ടോ ഉണ്ടാക്കിയത്. What happened? കാലം ഒരുപാടായി എന്നെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചിട്ട്. രാമദാസ് മരണത്തിന് ഞാൻ ഒരുപാട് ജീവൻ ഭിക്ഷ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതെന്നെ ഒന്നും ചെയ്യില്ല. എന്നോട് എനിക്ക് സഹതാപം തോന്നുന്നു. എന്തിനാ നീ എന്റെ മരണം ആഗ്രഹിച്ചത്? For a good cause. നന്മ. ചരിത്രത്തിൽ എത്രയോ ജീവനുകൾ കവർന്നിട്ടുണ്ടെന്ന് അറിയോ ഈ നന്മ? രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും അനുസരിച്ച് മാറുന്നതാണ് ഈ നന്മ. അതിനെ വിശ്വസിക്കരുത്. നിനക്ക് വേണ്ടത് എന്താണെന്ന് പറ.
to save this world. To save this world. അത് തന്നെയല്ലേ ഞാനും ചെയ്തത്. ദൈവവും പണവും തമ്മിലുള്ള നൂറോളം യുദ്ധങ്ങളെ ഒരൊറ്റ യുദ്ധത്തിൽ അവസാനിപ്പിച്ചത്. തെറ്റാണോ? നിങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്ന പ്രകൃതിയെ അനന്ത ദൂരത്തേക്ക് മാറ്റിയത് തെറ്റാണോ? Who are you to dictate us, to rule us? ഇതെല്ലാം നശിപ്പിക്കാൻ എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും എത്ര അവസരങ്ങൾ കിട്ടിയാലും മനുഷ്യന്മാരെല്ല മാറാൻ കഴിയില്ല. ഒന്നും നിന്റെ തെറ്റല്ല. Human beings in a defective mother. എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ ഭയപ്പെടരുത്. മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്. ഫോർമുല 150 ഡേയ്സ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ. ഓ, ഇവളും പ്രഗ്നൻ്റ് ആട്ടോ. എത്ര മാസമായി? 5. എന്നുവെച്ചാ 150 days. ഇതെങ്ങനെ പോസിബിളാവും? ഇതുവരെ ആരും 3 മാസം ക്രോസ് ചെയ്തിട്ടില്ല. നീയാണെങ്കിൽ ഒരു തവണ പോലും പോസിറ്റീവ് ആയിട്ടില്ലല്ലോ. എനിക്കറിയില്ല. കഴിഞ്ഞ സീഡിങ് പോലും നെഗറ്റീവ് തന്നെയാ കാണിക്കുന്നത്. പിന്നെ എങ്ങനെയാ? മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു ദിവസം ആരെക്കൊണ്ടായി ഇത് കോംപ്ലക്സിലറിഞ്ഞ ഇതിനെ കൊന്നുകളെ. നീ പറയാതറിഞ്ഞ നിന്നെ കൂടെ കൊന്നോളെ. നീ 150 ഡേയ്സ് ക്രോസ് ചെയ്തിരിക്കാം. നിനക്ക് കോംപ്ലക്സിൽ റാണിയെ പോലെ ജീവിക്കാം. നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോയി പറയാം. എനിക്ക് എൻ്റെ അമ്മയെ കണ്ട ഓർമ്മ പോലുമില്ല. അച്ഛനാണെങ്കിൽ എന്നെ ചെറുപ്പത്തിൽ ഈ കോംപ്ലക്സിലേറ്റു. ഈ ലോകത്ത് ഇതുവരെ എനിക്ക് എന്റേതെന്ന് പറയാൻ ആരും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ ഈ കുഞ്ഞെങ്കിലുണ്ട്. നിന്റെ ഈ വയറ്റിലുള്ളത് ജീവനല്ല, ഒരു പരീക്ഷണം. ഇതിൽ സെന്റിമെന്റൽ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ലാബിൽ എക്സ്പെരിമെന്റിൽ ഉണ്ടായതാ, അല്ലാതെ മനുഷ്യനുണ്ടായതല്ല. പക്ഷെ അമ്മയുടെ വീട്ടിലല്ലേ? അപ്പൊ എന്താ നിന്റെ പ്ലാൻ? നിനക്കിത് എത്ര ദിവസം ഹൈഡ് ചെയ്യാൻ പറ്റും? ഇത് ഇന്നല്ലെങ്കിൽ നാളെ അവരെന്തായാലും അറിയില്ലേ? പ്ലീസ്, ഈ കുഞ്ഞിനെ എനിക്ക് വേണമില്ലേ? ബ്രോ ഫൈറ്റ് രക്ഷയില്ലായിരുന്നു. ബ്രോയുടെ ഫൈറ്റ് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ശരിക്കും ഒരു ഫൈറ്റ് തോന്നിയിട്ടില്ലേ ഇതുവരെ? ഈ ചെക്കൻ കൊള്ളാടോ. ബ്രോ പ്ലീസ് അങ്ങനെ വിട്ടോടെ. എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പൊ ബ്രോയ്ക്ക് വിശ്വാസം ഇല്ലല്ലേ? യു ആർ മൈ ഹീറോ. എന്നെ കൊന്നു കളഞ്ഞു. സോറി ബ്രോ, കൊന്ന പകുതി യൂണിറ്റ്സല്ലേ കിട്ടും. നിന്റെ ഹീറോ അല്ലേ? ലാസ്റ്റ് നല്ല മീൽസ് വാങ്ങിച്ചാൽ ഇത് അണ്ടർവേൾഡ്. കാശിയിൽ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ വേണം. ചിന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഹേയ് ചിന്നു, വാട്ട്സ് ടുഡേ സ്പെഷ്യൽ? നിന്റെ ശാപം കഴിയണം. നിന്റെ യൂണിറ്റ്സ് അല്ലേ? അതിന്റെ കോംപ്ലക്സിൽ എത്തിയാൽ ഉടനെ നിന്റെ കടവില്ല ഞാൻ വീട്ടിൽ നിന്ന് നിനക്ക് അറിയാവുന്നല്ലേ? യു നോ ഇറ്റ്.
ഇനി തങ്ങളോട് സത്യം ചെയ്യണം. കാണിക്ക്. നീ 99% കള്ളമാണ് പറയുന്നതെന്ന് എനിക്ക് 101% ഉറപ്പാണ്. കണ്ടുപിടിച്ച്. ഇത് പറഞ്ഞ് നീ കാശിലെ ബാക്കിയുള്ളവരുടെ വായനത്തിൽ അതെന്താ? ഇത് കോംപ്ലക്സിൽ നിന്ന് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നു. എന്നാ എനിക്ക് വേണം. ഇത് നീ കൂട്ടിയ കൂടുതലുമായ 5000 യൂണിറ്റ്സ് ഇതകത്തോണ്ട് പോയി സേഫ് ആയിട്ട് എടുത്തു വയ്ക്കും. എടുത്തു. 5000 യൂണിറ്റ്സ്. നോക്കുമ്പോ ഒരു മുട്ടയായിരിക്കും. മുട്ടയ്ക്ക് വേണ്ടി 5000 യൂണിറ്റ്. പിന്നെ വലിയ ആന മുട്ട. ഇത് ഒറിജിനൽ മുട്ടയപ്പച്ചി. ഇങ്ങനെ പോയാലേ കോംപ്ലക്സ് എത്തിയത് തന്നെ. ഈ മുട്ടയെന്ന് വരിയാത്ത ബൗണ്ടറികളൊക്കെ കൊടുത്താ ഈ മുട്ടയില്ലാതെ നീട്ട് കോംപ്ലക്സിൽ കയറണമെങ്കിൽ ഒരു ചാക്പോട്ട് അടിക്കണം ബുജി. ബ്രോ, അത് ഞാനെന്ന് കണ്ടോടെ. അങ്ങനെ ഇപ്പൊ കാണുന്നത് ഹൈ സെക്യൂരിറ്റി സോണില് സൂക്ഷിച്ചു വെച്ചേക്ക് ബുജി. അല്ല ഈ ബുജി എന്നുള്ള പേര് നിക്നെയിമാ? ബയോണിക് യൂസർ ജോസൻ ഇന്റലിജൻസ് ഒരു കാലത്ത് കോംപ്ലക്സ് ഷിപ്സിന്റെ പൈലറ്റായിരുന്നു. ഇപ്പൊ എന്റെ അവസ്ഥ കണ്ടില്ലേ? കിടന്ന് നിനക്ക് നല്ലൊരു ബോഡി തന്നില്ലേ? അതിന്റെ കുറച്ചെങ്കിലും നന്ദി വേണ്ടേ? ഗ്രാറ്റിറ്റ്യൂഡ് അല്ല ഭൈരവ, യൂണിറ്റ്സ് ആണ് വേണ്ടത്. ബ്രോയ്ക്ക് ഞങ്ങളോട് കൂടിക്കൂടെ? കൂടിയ എത്ര യൂണിറ്റ്സ്? അല്ല, എല്ലാ യൂണിറ്റ്സിന് വേണ്ടി ഒന്നും അല്ലല്ലോ. നല്ലതിന് വേണ്ടി നാളേക്ക് വേണ്ടി ഞങ്ങളുടെ സൈഡിൽ നിന്നോളൂ. എല്ലാ സൈഡിൽ നിന്നും ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആര് ജയിച്ചാലും കറങ്ങി തിരിഞ്ഞ് അവസാനം എപ്പോഴും ഒരുപോലെ ആയിരിക്കും. എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ലോകത്തിലെല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ. നിന്റെ സൈഡ്, സെൽഫിഷ് സൈഡ്. അതിന്റെ പഴയ വില പറഞ്ഞു കൊടുക്കാം. ഒരു ക്യാമ്പിലാണ് രക്ഷിച്ചത്. യുദ്ധം ശീലമായതുകൊണ്ടാവാം ഞാൻ ഒട്ടും കരഞ്ഞില്ലെന്ന് കേട്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ എന്നെ എല്ലാം പഠിപ്പിച്ചു. ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഫൈറ്റ് ചെയ്യണം, എങ്ങനെ ജയിക്കണം എല്ലാം. ക്യാപ്റ്റന്റെ പ്രവൃത്തികൾ കാരണം കോംപ്ലക്സ് അദ്ദേഹത്തിന് മേൽ ബോംബ് പ്രഖ്യാപിച്ചു. എല്ലാത്തിലും തോറ്റു. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? എന്റെ മോനെ എനിക്ക് തന്നേക്ക്. എന്നെ വിട്ടിട്ടായാലും കോംപ്ലക്സ് കയറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സോറി, പക്ഷേ എന്നെ എല്ലാം പഠിപ്പിച്ച കാര്യം അദ്ദേഹം മറന്നു. സോറി ക്യാപ്റ്റൻ. എന്നെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഇതാണ് കറക്റ്റ്. ഈ ലോകത്ത് നീ ഇങ്ങനെ രചിക്കണം. ഒരിക്കലും മാറരുത്. കോംപ്ലക്സിനാണ് ഇവനൊക്കെ ഒന്നാണ് അവർക്ക് തിരിച്ചു വെച്ചത്. സോറി ബ്രോ. ബ്രോയ്ക്ക് ഇങ്ങനെ സെന്റി ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെ വെറും തപ്പാണ്. ഇവൻ ആഴ്ച ഫ്ലാഷ് മാറ്റും. അലേർട്ട് അലേർട്ട്, ഫോഴ്സ് എൻട്രി അറ്റ് ഹോം ലൊക്കേഷൻ, ഡോർ ബ്രോക്കൻ, 3 armed men. വാ, എന്നെ വിട്ടേ ബ്രോ, ഞാൻ എങ്ങോട്ടെങ്കിലും പോകാം. പ്ലീസ് ബ്രോ, പ്ലീസ് ബ്രോ. തെരയാൻ ഒന്നും കിട്ടില്ല. ആ കാലമാണെല്ലാം വിറ്റ് തുലച്ചു. ആർക്കും വേണ്ടാത്തോണ്ടാ, അല്ലെങ്കിൽ അവൻ എന്നെ വിറ്റ് യൂണിറ്റ് ആക്കിയനെ. നിന്നെ ആരും വാങ്ങാനടാ? ഈ ഓക്സിജൻ സിലിണ്ടർ കിട്ടാൻ വല്ലതും കിട്ടോ? ഒരു യൂണിറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ കാര്യം അങ്ങനെ വെറുതെ വെച്ചോണ്ടിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാവാനാ? ഉണ്ടായിരുന്നതൊക്കെ നീ വലിച്ചെടുത്തില്ലേ? നിനക്ക് ഈ സ്ഥലം വാടകയ്ക്ക്.
കേൾക്കാൻ ഒരു എന്ത് രസമല്ലേ? നീ എന്തെങ്കിലും അത് തന്നിട്ടുണ്ടോടാ? പതിനായിരം യൂണിറ്റ്സ് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടായിരുന്നു. നിങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും കിട്ടിയ ഫസ്റ്റ് നിങ്ങളെ സെറ്റിൽ ചെയ്യും. അപ്പൊ എനിക്ക് എപ്പോഴാ തരാ? നീ ഇതെവിടുന്നാണ്? എന്റെ 20,000 യൂണിറ്റ്സ് അതിന് തന്നേക്ക്. അതർവൈസ് നിന്റെ ഈ കാർ അത് ഞാൻ എടുക്കും. ആ പാട്ട വണ്ടി അങ്ങനെയെങ്കിലും ഒന്ന് പോട്ടെ. മറ്റേ സ്ട്രോസ് എടുക്കും. ഇതുവരെ ആഗ്രഹമില്ലല്ലോ. എന്റെ കയ്യിലുള്ള നിന്റെ യൂണിറ്റ്സ് എവിടെ പോരാ? ഞാൻ തിരിച്ചു തരില്ലേ? ഇതെന്റെ വാക്ക്. നിന്റെ വാക്കിൽ എന്ത് വിലയുള്ളത് ഭയമാ? റോക്സി, ആദ്യം അവൻ എന്റെ യൂണിറ്റ്സ് തരും. അതിനുശേഷം അവനെ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. അത് നിങ്ങളുടെ ഇഷ്ടം. ഇഷ്ടപ്പെട്ട Roxy, how many units do you want? Tell me. നിന്നെ ഞാൻ നോക്കിക്കോളാം. എന്താ നിനക്കും എന്നെ നോക്കണമെന്നുണ്ടോ? ഭൈരവ എന്താ പിന്നെ പറഞ്ഞ പോലെ പോലെ യൂണിറ്റ്സ് മേടിച്ചിട്ട് നീ പോകും. എടുത്തു ഈ താങ്ങില്ല. Nice, correct. He deserves it. നിനക്കൊന്നും പറ്റില്ലല്ലേ? ശരിക്കും എനിക്ക് എന്റെ വേണമെന്ന് വിചാരിച്ചേ. യൂണിറ്റ്സ് മാത്രം മതിയല്ലേ? ഇനി നിനക്ക് ഒരിക്കലും എന്റെ മുഖം കാണേണ്ടി വരില്ല ഭൈരവ. എനിക്ക് കോംപ്ലക്സിൽ ജോലി കിട്ടി. കരികാലം തന്നെ ഉറപ്പായി. ഓരോ ദിവസവും നിന്നെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നു. എന്നാ നമ്മള് ഫസ്റ്റ് ടൈം എവിടെ വെച്ച് കണ്ടേന്ന് പറ. അവിടെ അതിനെ മറന്നുപോയി കാണുമല്ലേ? മറക്കാൻ ഞാൻ മറക്കോ? റോസി, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റോസി. അത് ചോദിക്കേണ്ട കാര്യമാണ്. ഒന്ന് പറഞ്ഞു. റോസി, റോസി, റോസി. റോസി, ശരിക്കും നീ കോംപ്ലക്സിലേക്ക് പോവാം. യെസ്. എന്നെ കൂടെ കൊണ്ടുപോകും. എന്തിന്? എന്തിനാന്ന് വെച്ചാൽ എനിക്ക് നിന്നെ അത്ര ഇഷ്ടം. പച്ചക്കള്ളം. എനിക്ക് നിന്നോട് മാത്രമേ ഇഷ്ടമുള്ളൂ ഭൈരവ. You're the most selfish man in the world. എന്താണെങ്കിലും എങ്ങനെയെങ്കിലും പ്ലീസ് കോംപ്ലക്സിൽ കൊണ്ടുവരാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ ഫൈൻ. ഒറ്റ തവണ നീ കൺവിൻസ് ചെയ്യുന്ന പോലെ ഐ ലവ് യു എന്ന് പറ. I love you. കൺവീനിയൻസ്. നിന്നെ കൊണ്ട് ഇതിൽ കൂടുതലൊന്നും പറ്റില്ല. Hey, 9 AM East Gate. See you tomorrow. കോംപ്ലക്സിന് ഉള്ളിൽ കയറാറില്ല. ഒരു തവണ കൂടി ട്രൈ ചെയ്യാൻ ഞങ്ങൾക്ക് സുപ്രീമിന്റെ ഓർഡർ ഉണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു അവസരം കൂടി തരികയാണ്. നിങ്ങളിൽ ഒരാളെങ്കിലും പോസിറ്റീവ് ആയാൽ അത് ഞങ്ങളുടെ വിജയമാണ്. നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും സീഡിങ് ചെയ്യും. സുപ്രീമിന്റെ മേഴ്സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോസിറ്റീവ് ആകാൻ സാധിക്കും. ഗുഡ് ലക്ക്. ഡോക്ടർ പണിക്ക് പോവാൻ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അവിടെ ഞാൻ രജിസ്റ്റർ ചെയ്ത ടെമ്പററി വർക്കർ. ഒരു മണിക്കൂറുള്ളൂ. ഇത്രയെങ്കിലും കിട്ടിയത് ഭാഗ്യം. 1 മണിക്കൂർ ടെമ്പററി വർക്കിന്. Thank you.
പണിയെടുക്കാൻ കിട്ടാം. ഈ ജനറേറ്ററും കോംപ്ലക്സിന് സൂര്യനെ പോലെയാണ്. ഫുൾ എനർജി സപ്ലൈ ചെയ്യുന്നത് ഇവിടുന്നാ. ഭൂമിയിലുള്ളതെല്ലാം ഇത് വലിച്ചെടുക്കും. ഭൈരവ, വാ. വന്ന് വർക്ക് ചെയ്യും. ആകെയുള്ള മണ്ണവരുടെ വേസ്റ്റ് ചെയ്യണം. അതിനല്ല കോംപ്ലക്സിൽ വന്നത്. No, no, ഭൈരവ, stop. ഇത് എന്റെ തെറ്റാ. ഇത് സെൽഫിഷ് ആവട്ടെ. I'm going to lose my job. Hey, hello. എന്ത് നോക്ക? Hello. അവര് പച്ചപ്പ് ഇടണ്ട. Let's go, Bhairava. Come. കോംപ്ലക്സ് ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാക്കാം. അവിടെ CCTV ചെക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്. സോങ് കേട്ടോ. ഇങ്ങനെ പിടിച്ച് Captain Mali, we've been finding unusual metals like this. We are not able to detect these objects. ഇതൊരു സൂചനയാണ്. അതൊന്നുമില്ല. കടന്നുണ്ട് എന്തോ കേട്ടോ. അതേതാ, പേടിക്കണ്ട. Sorry. പെടുത്തി കൊടുത്തു. ചെറിയ കുട്ടി അവരിപ്പോഴും അവനെ ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
നമ്മുടെ സെക്കൻഡ് പാർട്ട് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ അവസാനിക്കുന്നത്. സംഭവം നമ്മുടെ നായികനെ കാണിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ദീപിക പടുക്കോനെ കാണിക്കുന്നുണ്ട്. അവളാണ് പ്രഗ്നൻ്റ് ആയ ലേഡിൻ്റെ നിന്ന് ഒരു സിറം കാര്യങ്ങളൊക്കെ എടുത്ത് അവരിനെ കൊല്ലുന്ന കേസാണ് കേട്ടോ. അത് നമ്മുടെ കമലഹാസനെ വേണം അവിടെ സുപ്രീമിന്, എന്നാൽ മാത്രം അവർക്ക് എന്തോ പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അവൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവർ അതിലൊരു വില്ലൻ കണ്ടെത്തും. പിന്നെ ചെറിയ കുട്ടിയുണ്ടല്ലോ, അതാണെങ്കിൽ ഈ റോബോട്ടിൽ നിന്ന് ഓടിയിട്ട് നമ്മുടെ നേരെ പോകുന്നത് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ കുട്ടിൻ്റെ കയ്യിലാണ് ഈ അമിതാഭ് ബച്ചൻ്റെ പണ്ടൂരിലെ കല്ലുണ്ടല്ലോ, അത് ഈ കുട്ടിൻ്റെ കയ്യിലാട്ടോ. അപ്പോൾ ഈ സൂപ്പറായിട്ടുണ്ട്, നല്ലൊരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ തേർഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് രേഖപ്പെടുത്തും, നമ്മൾ തേർഡ് പാർട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.